ജീവിതം തുടങ്ങിയിട്ട് പോലുമില്ലാത്ത രണ്ട് കുട്ടികൾ. തങ്ങളുടെ മക്കളെക്കുറിച്ച് ആ മാതാപിതാക്കൾ എത്ര സ്വപ്നം കണ്ടിട്ടുണ്ടാകും. അവരെ വളർത്തി വലുതാക്കി ഈ നിലയിലെത്തിച്ച് ഒടുവിൽ പെട്ടെന്നൊരു ദിവസം മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ഏതൊരു മാതാപിതാക്കൾക്കാണ് അത് സഹിക്കാനാവുക? മാതാപിതാക്കൾക്കെന്നല്ല, അത് ആർക്കും സഹിക്കാനാവില്ല. അത്തരത്തിലൊരു ദാരുണമായ സംഭവമാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്നും പുറത്തു വന്നത്. ഇന്നലെയാണ് സ്കൂളിൽ പോയി വീട്ടിലേക്ക് മടങ്ങി വരാത്തതിനെ തുടർന്ന് പൂയപ്പള്ളി മയിലോട് സ്വദേശിനി ദേവനന്ദയെ കാണാതായ വിവരം പുറത്തറിയുന്നത്. പിന്നീട് ദേവനന്ദ പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും പരിശോധന നടത്തി. ഒടുവിൽ കണ്ടുകിട്ടാതെ വന്നതോടെയാണ് പോലീസിൽ പരാതി നൽകുന്നത്. എന്നാൽ ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് അമ്പലകുന്ന് സ്വദേശിയായ ഷെബിൻ ഷാ എന്ന +1 വിദ്യാർത്ഥിയെയും കാണാതാവുന്നത്. ഇരുവരെയും ഒരേ സമയത്ത് കാണാതായത് ദുരൂഹതയും സംശയവും വർദ്ധിപ്പിച്ചു. രണ്ടുപേരെയും കണ്ടെത്താനായി വിപുലമായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ കായലിൽ നിന്നും കണ്ടെത്തിയെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തു വന്നത്. ഇരുവരുടെയും മൃതദേഹങ്ങൾ വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന നിലയിലായിരുന്നു. പിന്നീട് പോലീസ് എത്തിയാണ് മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നത്. ഇരുവരും 10ാം ക്ലാസ് പൂർത്തീകരിച്ചത് മയിലോട് സ്കൂളിൽ നിന്നായിരുന്നു. എന്നാൽ ഷെബിൻ ഷാ കൊട്ടാരക്കര ബോയ്സ് സ്കൂളിലും ദേവനന്ദ ഓടനാവട്ടം സ്കൂളിലുമാണ് +1 ചേർന്നിരുന്നത്. ഇരുവരുടെയും വീടുകൾ തമ്മിൽ ഏകദേശം 3 കിലോമീറ്ററുകൾ മാത്രമാണ് വ്യത്യാസമുണ്ടായിരുന്നത്. ദേവനന്ദയുടെ അമ്മ ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപികയും അച്ഛൻ ചവറ ടൈറ്റാനിയത്തിലെ ജോലിക്കാരനുമായിരുന്നു. ഷെബിൻ ഷായുടെ പിതാവ് വെളിനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അമ്മ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥയുമാണ്. ഇരുവരും ഒരുമിച്ച് ജീവനൊടുക്കിയതാണ് എന്ന സംശയത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഇരുവരും സ്കൂൾ പഠനകാലത്ത് തന്നെ അടുപ്പത്തിലായിരുന്നു എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് പോലീസ് ഇപ്പോൾ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.